ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ട് ഒരു കൊച്ചാഘോഷമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അമ്മൂസിന് വേണ്ടിയിട്ട് അമ്മയുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും തലേ ദിവസം ഇരുന്ന് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുട്ടി ഫ്രോക്കാണ് തയ്ക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ വിരിവുള്ള നല്ലൊരു ഫ്രോക്ക് തയ്ക്കാമെന്നാണ് പ്ലാൻ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലത്തെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രോക്കൊക്കെ തയ്ച്ചു. രാത്രി ആയപ്പോൾ അമ്മൂസിന് സർപ്രൈസായിട്ട് ചേട്ടായി കുറച്ച് ഇങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ല് വെച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ, തലയിലൊക്കെ വെക്കാനും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി, താങ്ക് യു ദോദ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ചേട്ടായിനോട് അങ്ങ് പുള്ളിക്കാരത്തി ഒരുപാട് അങ്ങ് ഇതാവില്ലേ, കാരണം എപ്പോഴും ചീത്ത പറയുന്നതുകൊണ്ട് ഒരു പേടിയാണ്. അച്ഛൻ എന്നുള്ളൊരു ആളോട് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെയാണ് അമ്മൂസിൻ്റെ ബർത്ത്ഡേ. ഇത് തലേ ദിവസത്തെ ഒരു ഫങ്ഷനാണ് കേട്ടോ. അപ്പോൾ വളയും മലയൊക്കെ ഇട്ട് നോക്കി. രാത്രി ആയപ്പോൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യാമന്മാരെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി റെയിൽവേ സ്റ്റേഷനിൽ പോയി കൊണ്ടു ചെന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മൂസ് രാവിലെ തന്നെ യാത്രയായി. ഇതാണ് ഞാൻ തയ്ച്ച ഫ്രോക്ക് കേട്ടോ. അതിട്ടുകൊണ്ടും കുറേ നേരം അമ്മൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാഷൻ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അമ്മൂസിനുള്ള സദ്യ റെഡിയാക്കണം. ഉച്ചയ്ക്ക് അമ്മൂസിന് സദ്യ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അമ്മൂസിനാണെങ്കിൽ എരിവുള്ള കറികളൊന്നും ഇഷ്ടമല്ല. അത് വേണ്ട മമ്മി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ 2 പിടി വാരി കൊടുത്തു. അപ്പോൾ നമ്മൾ ചേട്ടായും ഞാനും അവരും ഒക്കെ ആയിട്ട് ഓരോ പിടി അമ്മൂസിന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞു വാവ ഇപ്പോഴും ഉറക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മൂസിൻ്റെ ഗോകുലു മ്യാമൻ, അങ്ങനെ ഓരോ മ്യാമന്മാരും ഓരോ പിടി വാരി വാരി കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു സന്തോഷം. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പിടി അങ്ങ് വാരി കൊടുക്കലാണ്. വൈകുന്നേരമാണ് നമ്മൾ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കേക്ക് മുറിക്കുന്ന ഒരു പരിപാടി വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനാണ്. ഉച്ചക്കലത്തേക്ക് സദ്യ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം നമ്മൾ ബിരിയാണി വെക്കാം, ചിക്കൻ ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്കുള്ള പരിപാടിക്ക് ഞാനും ചേട്ടായും ഭയങ്കര തിരക്കിട്ട പണിയിലാണ് കേട്ടോ. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഇങ്ങനെ ഇളക്കാൻ. എല്ലാം റെഡിയായി കഴിഞ്ഞ് മസാലയും ചോറും കൂടി ഇങ്ങനെ ഇളക്കാൻ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുറേ ബലൂൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഉയർപ്പിച്ച് ഇങ്ങനെ ഡെക്കറേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ 5-5:30 സമയത്തിന് കേക്ക് മുറിക്കാമെന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഇനി 6:30 മുമ്പ് നമ്മൾ കേക്ക് മുറിച്ചില്ല എന്നാണെങ്കിൽ നമ്മളിവിടെ രാത്രി ആയിരിക്കും കേക്ക് മുറിക്കുന്നത്. അതനുസരിച്ച് വെട്ടവും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അമ്മൂസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ. അമ്മൂസ് എപ്പോഴും ഇവർ വന്നാൽ അവിടെ ഓടിച്ചിട്ട് കളിക്കാൻ പോക്കും, സാറ്റ് കളിയൊക്കെയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കാൻ പോകുമല്ലോ, അതേപോലെയാണ് ഇവരെല്ലാവരും കൂടി ഇവിടെ പുറത്ത് നടന്ന് കളിക്കുന്നത് കാണാനായിട്ട്. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ ഓരോ ഡാൻസ് പരിപാടിയിലേക്കായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരുടെ ഡാൻസും ഒക്കെ നല്ല രസമായിരുന്നു. ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ 6:30 മണിയെങ്കിലും ആകുമെന്ന്. അപ്പോൾ ഏകദേശം 6 മണി 6:15 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു തരി വെട്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അമ്മൂസിന് ഇന്നേക്ക് 5 വയസ്സാവുകയാണ്. മിനിമോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അമ്മൂസ്.
കേക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തു കേട്ടോ. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ? അങ്ങനെ അമ്മൂസിനെ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ വീടിനടുത്തുള്ള. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ് അമ്മൂസിന് കേട്ടോ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ ആഘോഷിക്കാനും വീട്ടിലാരെങ്കിലുമൊക്കെ വരാനും. ജനിച്ചെന്ന് തുടങ്ങി ഞാനും അമ്മൂസും ചേട്ടായിയും മാത്രമായിട്ടാണ് വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവളുടെ ഫ്രണ്ട്സ് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടേതാ ചങ്ക്സുകൾക്ക് എല്ലാവർക്കും അമ്മൂസിൻ്റെ അമ്മമാർക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആവാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു പൊടീനെയും കൊണ്ട് ഒരു കുഞ്ഞു ഡാൻസ് ആവാം. ആഘോഷങ്ങളൊക്കെ തീരുകയാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ടോ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പം അമ്മൂസ് അത് എന്തുകൊണ്ട് പൊട്ടിയില്ല എന്ന് അമ്മൂസ് കുലുക്കി നോക്കുകയാണ് കേട്ടോ. എല്ലാ ബർത്ത്ഡേയിലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്കുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അമ്മൂസിൻ്റെ മാമന്മാരുടെ വക ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പൊടിമൂക്കും കൂടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊടിമൂക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കറക്റ്റ് ഈ മാസം 27-ാം തീയതി വരുമ്പോൾ പൊടിമൂക്ക് 27-ാം തീയതി വരുമ്പോൾ 3 മാസം ആവുകയാണ്. അപ്പോൾ 3 മാസത്തിൻ്റെ ഫങ്ഷൻസ് ഒന്നും നമ്മൾ നടത്തുന്നില്ല. അത് ഈ ബർത്ത്ഡേയുടെ കൂടി അങ്ങ് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. ഫങ്ഷൻസ് എല്ലാം തീർന്നു. അപ്പോൾ അമ്മൂസിൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത ആ ഗിഫ്റ്റ് അമ്മൂസ് പൊട്ടിച്ച് നോക്കിയാണ്. അങ്ങനെ പൊട്ടിച്ചപ്പോഴേക്കും അമ്മൂസിന് സംഭവം കണ്ടപ്പോൾ തന്നെ അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടായിയുടെ ഒരു കലാപരിപാടിയാണ് ബിരിയാണി റൈസ് ഒന്ന് മിക്സ് ചെയ്യൽ കേട്ടോ. അത് മിക്സ് ചെയ്തു നമ്മളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പിറ്റേ ദിവസമാണ് ഈ ഒരു ക്ലിപ്പിട്ട് അവർ പോവുകയാണ്. അമ്മൂസിന് ഭയങ്കര സങ്കടമാണ്. അമ്മൂസ് നമ്മളുടെ കൂടെ ജനിച്ച് അമ്മൂസ് നമ്മുടെ കൂടെ വന്നപ്പോൾ തുടങ്ങി അമ്മൂസ് എപ്പോഴും ഒറ്റയ്ക്കാണ്. വീട്ടിൽ ഞാനും ചേട്ടായി മാത്രമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിലാരെയും വരുമ്പോൾ അമ്മൂസിന് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ അമ്മൂസിന് ഭയങ്കര സങ്കടമായിരിക്കും. 2 ദിവസത്തേക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ അതിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അമ്മൂട്ടിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.